ശരി പിള്ളേരെ ചെയ്തോ. 2034 ലോകകപ്പ് ഫുട്ബോൾ വേദിയാണ് ചോദിച്ചിട്ടുള്ളത്. 2034 ലോക ഫുട്ബോൾ വേദിയൊക്കെ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയാണ് 2034 ലോക ഫുട്ബോളിന്റെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, 2030 ആർക്കെങ്കിലും അറിയാൻ പറഞ്ഞു. 2030 2026 നമ്മൾ പഠിച്ചു USA, കാനഡ, മെക്സിക്കോ. 2026 USA, കാനഡ, മെക്സിക്കോ ആണ് 2026. 2030 എവിടെയാ? 30 അപ്പോൾ 30 സ്പെയിന്, പോർച്ചുഗല്, മൊറോക്കോ. സ്പെയിന്, പോർച്ചുഗല്, മൊറോക്കോ. സ്പെയിന്, പോർച്ചുഗല്, മൊറോക്കോയാണ് 2030. സ്പെയിന്, പോർച്ചുഗല്, മൊറോക്കോയാണ് 2030 ലോകകപ്പ് വേദി എന്ന് പറയുന്നത്. ഓക്കെ, 2034 സൗദി അറേബ്യയാണ്. 2034 സൗദി അറേബ്യയാണ്. 2026 അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്നത്. അത് USA, കാനഡ, മെക്സിക്കോ. USA, കാനഡ, മെക്സിക്കോ. 2030 സ്പെയിന്, പോർച്ചുഗൽ, മൊറോക്കോ. 2034 സൗദി അറേബ്യ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ മാതൃകയിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃത തിരിച്ചറിയൽ രേഖ എന്നാണ് ചോദ്യം. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അബാർ ആണല്ലേ? അബാർ. ഓക്കെ, അബാർ ആണ് ആൻസർ. രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ മാതൃകയിൽ രേഖപ്പെടുത്തുന്ന ഏകീകൃത തിരിച്ചറിയൽ രേഖയുടെ പേര് അബാർ എന്നാണ്. ഓക്കെ, അടുത്ത ഇതും പ്രീവിയസ് ചോദ്യമാണ്, അത് പഠിച്ചതാണ്. ഗുജറാത്തിലെ കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. അപ്പോൾ കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്ട? കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ ഏകതാ നഗർ എന്നാണ് അല്ലെ? ഏകതാ നഗർ എന്നാണ് കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. ഓക്കെ, ഈ വീരാംഗന ലക്ഷ്മിബായി എന്ന പേര് കൊടുത്തത് എവിടത്തെയാണ്? വീരാംഗന ലക്ഷ്മിബായി. അപ്പോൾ വീരാംഗന ലക്ഷ്മിബായി എന്ന പേര് കൊടുത്തത് ഝാൻസി ആണല്ലേ? ഝാൻസി. ഓക്കെ, ക്ലിയർ ആണ്. ഝാൻസിയിലെ റെയിൽവേ സ്റ്റേഷനാണ് വീരാംഗന ലക്ഷ്മിബായി എന്ന് പേര് കൊടുത്തത്. ഓക്കെ, അടുത്ത കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന ഭക്ഷ്യ വകുപ്പിന്റെ പദ്ധതി. അപ്പോൾ കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഒപ്പം. ഓക്കെ, ഒപ്പം. ഈ ഒരു സുജലം പദ്ധതി നമുക്ക് ചോദിക്കുന്നുണ്ട്. സുജലം പദ്ധതി എന്താ? സുജലം പദ്ധതി റേഷൻ കടകൾ വഴി 10 രൂപയ്ക്ക്, റേഷൻ കടകൾ വഴി 10 രൂപയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? ഓക്കെ, ഈ പറയുന്ന സുജലം പദ്ധതി. സുജലം പദ്ധതി. അടുത്ത്, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ് അല്ലെ? MD വാസുദേവൻ നായർക്കാണ് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്ത് 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ആർക്ക്? 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് T. പത്മനാഭനാണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2024 ആർക്കാ? 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനാണ്. 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനാണ്. ഓക്കെ, കേരള ജ്യോതി നിങ്ങൾക്ക് പഠിപ്പിച്ചില്ലേ? കേരള ജ്യോതി പുരസ്കാരം പഠിപ്പിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ പറയാനില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. വളരെ മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023 സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതെല്ലാം? മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023 സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ്. അറിയാമെങ്കിൽ പിടിച്ചാൽ മതി, വളരെ നെഗറ്റീവ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023 സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങള് ചൈന, ഇറാൻ, റഷ്യയാണ്. ചൈന, ഇറാൻ, റഷ്യയാണ്. ചൈനയും ഇറാൻ, റഷ്യയുമാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ്. ഓക്കെ, ചൈന, ഇറാൻ, റഷ്യയാണ് കേട്ടോ. അടുത്ത, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം 3 പ്രമേയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ഓപ്ഷൻ ഡി ആനയാണ്. അല്ലെ? പുതിയ പാർലമെന്റ് മന്ദിരം 3 പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പെടാത്തത് ഏതാണ്? ആനയാണ്. അതിൽ ലോകസഭ നിർമ്മിച്ചിരിക്കുന്നത് എന്തിന്റെ മാതൃകയിലാണ്? ലോകസഭ. അപ്പോൾ ലോകസഭ മൈലാണ് അല്ലെ? ലോകസഭ മൈലാണ്. ഓക്കെ, രാജ്യസഭ നിർമ്മിച്ചിരിക്കുന്നത് താമര. രാജ്യം ഭരിക്കുന്ന താമര നടന്ന രാജ്യസഭ താമര. ഓക്കെ, ലോകസഭ മയിലും രാജ്യസഭ താമരയുമാണ് കേട്ടോ. ഓക്കെ, ലോകസഭ മയിലും രാജ്യസഭ താമരയുമാണ്. ഓക്കെ, അടുത്ത്, ഉപ്പുപാടത്തെ ചന്ദ്രോദയം ആരുടെ കൃതിയാണ്? ഉപ്പുപാടത്തെ ചന്ദ്രോദയം
ആ കെ ടി ജലീലിന്റെ കൃതിയാണ് ഉപ്പുപാടത്തെ ചന്ദ്രോദയം. കേട്ടോ, കെ ടി ജലീലിന്റെ കൃതിയാണ്. ഓക്കെ. 2024 100ാം വാർഷികം ആഘോഷിച്ച പത്രം ഏതാണ്? നമ്മളിത് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനാണ്. 2024 100ാം വാർഷികം ആഘോഷിച്ച പത്രമാണ് അല്ലമീൻ. ഏതാ പിള്ളേരെ? അല്ലമീൻ പത്രമാണല്ലേ. അല്ലമീൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? പിള്ളേരെ, അല്ലമീൻ പത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അല്ലമീൻ പത്രത്തിന്റെ സ്ഥാപകൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേട്ടോ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഓക്കെ. PSLV C-58 റോക്കറ്റ് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ദിവസം. PSLV C-58 റോക്കറ്റ്, PSLV C-58 റോക്കറ്റ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ദിവസമാണ് ചോദിക്കുന്നത്. പിള്ളേരെ, അത് ഏതാണ്? എക്സ്പോസാറ്റ്, അതിന് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. അവിടെ ഓപ്ഷൻ ഡി 2024 ജനുവരി 1 ആണല്ലേ. 2024 ജനുവരി 1 വിക്ഷേപിച്ചത്. ഇതിനാണ് എക്സ്പോസാറ്റ് കൊണ്ടുപോയത്. എക്സ്പോസാറ്റ് കൊണ്ടുപോയത് 2024 ജനുവരി 1 കേട്ടോ. അടുത്ത ചോദ്യം, പരേഷ്നാഥ് കുന്നുകൾ ഇവയിൽ ഏത് ഭൂവിഭാഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്? പരേഷ്നാഥ് കുന്നുകൾ. അപ്പോൾ പരേഷ്നാഥ് കുന്നുകള് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ കേട്ടോ. പരേഷ്നാഥ് കുന്നുകൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏറ്റവും ഉയർന്ന ഭാഗമാണ്. അടുത്ത, ഇവയിൽ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഖാരിഫ്. അപ്പോൾ ഖാരിഫ് ആകുമ്പോഴ് കരിമ്പ് ഖാരിഫാണ് അല്ലെ. കരിമ്പ് ഖാരിഫാണ്. ഓക്കെ. ചണവും ഖാരിഫാണ്. ചണവും ഖാരിഫാണ്. ഓക്കെ. അപ്പൊ കരിമ്പ്, ചണം. 2, 4 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 4 ഓപ്ഷൻ ബി. ഓക്കെ. എടാ, അതിനുള്ള കോഡ് നിങ്ങൾക്ക് അറിയോ? കോഡ് പനിച്ച എനിക്ക് ചോറും ബജിയും താ, അങ്ങനെ ഒരു കോഡുണ്ട്. അത് ഖാരിഫിന്റെ ആണ് കേട്ടോ. പനിച്ച എനിക്ക് ചോറും ബജിയും താ എന്നൊരു കോഡുണ്ട്. പനിച്ച എനിക്ക് ചോറും ബജിയും താ എന്നൊരു കോഡുണ്ട്. അത് ഖാരിഫിന്റെ ആണ്. ഓക്കെ. അത് ഓരോന്നിട്ട് പറഞ്ഞേ. പനിച്ച എനിക്ക് ചോറും ബജിയും താ എന്താണ്? പാ എന്ന് വെച്ചാൽ എന്താണ്ടാ? പരുത്തിയാണ് അല്ലേ. നീ എന്ന് വെച്ചാൽ എന്താണ്? നീ എന്ന് വെച്ചാൽ എന്താണ്? നിലക്കടലയാണ്. ഓക്കെ. പനിച്ച എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ചണം, അതാണ് പനിച്ച. എന്ന് വെച്ച് കഴിഞ്ഞാല് പരുത്തി, നിലക്കടല, ചണം, പനിച്ച. ഓക്കെ. എനക്ക് എന്ന് വെച്ചാൽ എള്ള്, എള്ളാണ്. നേ എന്ന് വെച്ചാൽ എനക്ക് നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല്. നേ എന്ന് വെച്ചാൽ നെല്ല്. എന്ന് വെച്ചാൽ എന്താണ്? എനക്ക് കരിമ്പ്. ഓക്കെ. അടുത്ത് ചോറും ബജിയും താ. ചോ എന്ന് വെച്ചാൽ എന്താണ്? ചോ എന്ന് വെച്ചാൽ എന്താണ്? ചോളം. ഓക്കെ. റാ എന്ന് പറഞ്ഞാൽ എന്താണ്? റാ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? റാഗി. ഓക്കെ. റാഗിയാണ്. അടുത്ത് ബജി എന്ന് പറഞ്ഞാൽ ബജ്റ അല്ലേ. ബജി എന്ന് പറഞ്ഞാൽ ബജ്റയാണ്. ഓക്കെ. താ എന്ന് പറഞ്ഞാൽ തിനവിളകൾ. കേട്ടോ. ഓക്കെ. താ എന്ന് വെച്ചാൽ തിനവിളകളാണ്. ഓക്കെ. അപ്പൊ ഇതൊന്ന് ഡീകോഡ് ചെയ്തെടുത്തോണേ. പനിച്ച എനക്ക് ചോറും ബജിയും താ, ഇതാണ് ഖാരിഫിന്റെ കോഡ്. ഓക്കെ. റാബിയുടെ കോഡ് എന്താ? റാബിയുടെ കോഡ് ഗോപു ബാലിക. ഓക്കെ. അതിൽ ഗോ എന്ന് വെച്ചാൽ എന്താണ്? ഗോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോതമ്പാണ്. പൂ എന്ന് വെച്ചാൽ എന്താണ്? പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയിലയാണ്. ബാ എന്ന് വെച്ചാൽ എന്താണ്? ബാ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? അത് ബാർലി ആണ്. ബാർലി. ലീ എന്ന് വെച്ചാൽ എന്താണ്? ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻസീഡ് ആണ് അല്ലെ. ലീ എന്ന് വെച്ചാൽ ലിൻസീഡ് ആണ്. കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകാണ് അല്ലേ. കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകാണ്. ഗോപു ബാലിക ഉണ്ട്. ഓർത്തോണേ. ഗോപു ബാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന്റെ കോഡാണ്? റാബിയുടെ കോഡാണ് കേട്ടോ. പുകയില, കടുകൊക്കെ വന്നത് റാബിയാണ്. ഓക്കെ. അതുപോലെ പനിച്ച എനക്ക് ചോറും ബജിയും താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാരിഫിന്റെ കോഡാണ് കേട്ടോ. ഖാരിഫിന്റെ കോഡ്. ഓക്കെ. പിന്നെ പഴം, പച്ചക്കറികൾ, തണ്ണിമത്തൻ, വൈക്കോല്, പഴം, പച്ചക്കറികൾ, തണ്ണിമത്തൻ, കാലിത്തീറ്റ, ഇതൊക്കെ എന്താണ്? അത് സെയ്താണ് കേട്ടോ.
പഴം, പച്ചക്കറികള്, തണ്ണിമത്തൻ, കാലിത്തീറ്റ, ഇതൊക്കെ എന്താണ്? സെയ്താണ് കേട്ടോ, സെയ്ത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വളരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്. സുന്ദർബൻസ് ആണ്. ഓക്കെ. സുന്ദർബൻസ് എവിടെ നിങ്ങൾക്ക് അറിയാം? സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലാണ്. ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും ചേർന്നിട്ടാണ് സുന്ദർബൻസ് ഡെൽറ്റ രൂപീകരിക്കുന്നത്. സുന്ദർബൻസിൽ കാണപ്പെടുന്നത് എന്ത് കണ്ടലാണ്ട? സുന്ദരി കണ്ടൽ എന്ന് പറയുന്ന ഒരിനം കണ്ടലാണ് കാണപ്പെടുന്നത്. സുന്ദരി കണ്ടൽ കേട്ടാ. അത് മാത്രമല്ല ഈ സുന്ദർബൻസ് റോയൽ ബംഗാൾ ടൈഗറുകളുടെ, റോയൽ ബംഗാൾ കടുവകളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് കേട്ടാ. റോയൽ ബംഗാൾ കടുവകളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ്. ഓക്കെ. അടുത്ത, ഇവയിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് എടുക്കുക. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്, വളരെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടാത്തത് ഏതാണ്ട്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നില്ല. ത്രിപുരയ്ക്ക് ഒരു ചോദ്യമുണ്ട്. ത്രിപുരയുടെ ചോദ്യം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ത്രിപുരയുടെ 3 ഭാഗവും എന്താണ്? ത്രിപുരയുടെ 3 വശവും ത്രിപുരയുടെ 3 വശവും ബംഗ്ലാദേശുമാണ് അല്ലെ? ബംഗ്ലാദേശാണ്. ത്രിപുരയുടെ 3 വശവും എന്താണ്? ബംഗ്ലാദേശാണ് കേട്ടാ. ഓക്കെ. അടുത്ത്, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ഏതേ? വളരെ ഇതില് മേട്ടൂർ ഡാം കാവേരി ശരിയാണോ? അല്ല, ഈ പോങ് ഡാം ചമ്പൽ ശരിയാണോ? പോങ് ഡാം അല്ല, പോങ് ഡാം എവിടെയാണ്? പോങ് ഡാം എവിടെയാണ്? പോങ് ബിയാസിലാണ് അല്ലേ? പോങ് ബിയാസിലാണ്. പോങ് ബിയാസ് ആണ്. അപ്പൊ തെറ്റാണ്. പോങ് ബിയാസ്, ബിയാസ് പോങ്ങ. ഓക്കെ. മേട്ടൂര് കാവേരി ശരിയാണ്. മേട്ടൂര് കാവേരി ശരിയാണ്. മേട്ടൂര് കാവേരി ശരിയാണ്. തെഹരി ഭഗീരഥി ശരിയാണ്. തെഹരി ഭഗീരഥി ശരിയാണ്. ഓക്കെ. അപ്പൊ 2ഉം 3ഉം ശരിയാണ്. അപ്പൊ 2ഉം 3ഉം എന്നാണ് ഓപ്ഷൻ നോക്കിയാൽ മതി. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ജവഹർ സാഗർ ഡാം എവിടെയാണ്? ജവഹർ സാഗർ ഡാം എവിടെയാണുള്ളത്? ജവഹർ സാഗർ ഡാം ചമ്പലാണ് കേട്ടോ. ജവഹർ സാഗർ ഡാം ചമ്പൽ. അതായത് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. അതായത് പിള്ളേരെ, ഈ പോങ് വരേണ്ടത് ബിയാസിലും ജവഹർ സാഗർ വരേണ്ടത് ചമ്പലുമാണ്. അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായ? ഓക്കെ. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. തെറ്റാണ്. ജവഹർ സാഗർ ചമ്പലാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ? ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. അപ്പോൾ ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ ഒക്കെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ് ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ്. അടുത്ത, കൂട്ടത്തിൽ പെടാത്ത ഏതാണ് ചോദ്യം? കൂടുതൽ പെടാത്തത് കൂട്ടത്തിൽ പെടാത്ത ഏതാണ് ചോദ്യം? അറിഞ്ഞോണേ സ്കിപ്പ് ഇട്ടോ. ഓക്കെ പിള്ളേരെ, ഇതിലെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ചിനൂക്ക് ആണ് കേട്ടോ. ചിനൂക്ക് ആണ്. അതായത് ബാക്കിയെല്ലാം ഒക്ടോബർ ചൂട്, മാംഗോ ഷവേഴ്സ്, പശ്ചിമാസ്വസ്ഥത, ബാക്കിയെല്ലാം എന്താണ്ട നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതും. ചിനൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രാദേശികവാദമാണ്. എവിടെ വരുന്നതാണ് അത്? ചിനൂക്ക് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്ക്. പിള്ളേരെ എവിടെയാണ്? വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയിലെ പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശികവാദമാണ് ചിനൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ പശ്ചിമ അസ്വസ്ഥത എന്തുമായി ബന്ധപ്പെട്ടത്? അത് നമുക്ക് ചോദിക്കും. പശ്ചിമ അസ്വസ്ഥത ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്? പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ്. ശൈത്യകാലം കേട്ടോ. ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത, ശൈത്യകാലം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആണവോർജ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയതിൽ തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. സാവകാശം ചെയ്താൽ മതി. തെറ്റായ ജോഡി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയോ. താരാപൂർ മഹാരാഷ്ട്ര ശരിയോ തെറ്റോ? താരാപൂർ മഹാരാഷ്ട്ര ശരിയോ തെറ്റോ?
താരാപൂർ മഹാരാഷ്ട്ര ശരി. ഓക്കെ. റാവത്ത് ഭട്ട ഗുജറാത്ത് ശരിയോ തെറ്റോ? റാവത്ത് ഭട്ട ഗുജറാത്ത് തെറ്റാണ്. കാരണം റാവത്ത് ഭട്ട വരുന്നത് രാജസ്ഥാനിലാണ് റാവത്ത് ഭട്ട വരുന്നത്. ഓക്കെ. കുവാട ഒഡീഷ ശരിയോ തെറ്റോ? കുവാട ഒഡീഷ ശരിയോ തെറ്റോ? അവിടെ കുവാട എവിടെയാണ്? എവിടെയാണ്? ഗുജറാത്ത് ആണല്ലേ? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ഓക്കെ. നറോറ ഉത്തർപ്രദേശ് ശരിയാണോ? നറോറ ഉത്തർപ്രദേശ് ശരിയാണ് കേട്ടോ. നറോറ ഉത്തർപ്രദേശ് ശരിയാണ്. ഓക്കെ. അപ്പൊ അതിൽ തെറ്റായിട്ടാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? തയ്യാർക്ക് തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2, 3 തെറ്റാണ്. ഓപ്ഷൻ എ. 2, 3 തെറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, പിർപ്പഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ്? പിർപ്പഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര. അപ്പോൾ പിർപ്പഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. കേട്ടോ, കാശ്മീർ താഴ്വര. പിർപ്പഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. കേട്ടോ. അടുത്ത്, നൊക്രഗ് ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? നൊക്രഗ് ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? അറിയാൻ പിടിച്ചാൽ മതി. നൊക്രഗ് മേഘാലയയിലാണ് കേട്ടോ. നൊക്രഗ് ബയോസ്ഫിയർ റിസർവ് മേഘാലയയിലാണ്. നൊക്രഗ് ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിൽ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത എളുപ്പമുള്ള ചോദ്യമാണ്, ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ചിറ്റഗോങ് ആയുധപുര കവർച്ചയ്ക്ക് അല്ലെങ്കിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് സൂര്യ സെൻ അല്ലെ? സൂര്യ സെൻ ആണ് ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. സൂര്യ സെൻ ആണ്. ഓക്കെ. അടുത്ത, കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഓഗസ്റ്റ് ഓഫർ, ഫോർവേഡ് ബ്ലോക്ക്, ക്രിപ്സ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ സമരം. കാലഗണനാ ക്രമത്തിൽ നിന്ന് എഴുതിയേ. ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, പിള്ളേർ നോക്കിക്കോ. ഇതിലെ വർഷങ്ങൾ എഴുതിയ ഓഗസ്റ്റ് ഓഫർ ഏത് വർഷം? ഓഗസ്റ്റ് ഓഫർ 1940. ഫോർവേഡ് ബ്ലോക്ക് ഏത് വർഷം? ഫോർവേഡ് ബ്ലോക്ക് 1939. ഓക്കെ. ക്രിപ്സ് മിഷൻ ഏത് വർഷം? ക്രിപ്സ് മിഷൻ 42-ലാണ്. ക്വിറ്റ് ഇന്ത്യ സമരം 42-ലാണ് അല്ലെ? 42-ലാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇതില് ക്രിപ്സ് മിഷൻ ഏത് മാസം? ക്വിറ്റ് ഇന്ത്യ സമരം ഏത് മാസം? ക്വിറ്റ് ഇന്ത്യ സമരം ഏത് മാസമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് മാസമാണല്ലേ ഇവിടെ? ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് മാസത്തിലാണ്. ഓക്കെ. ക്രിപ്സ് മിഷൻ എപ്പോഴാണ്? ക്രിപ്സ് മിഷൻ മാർച്ചിലാണല്ലേ? ക്രിപ്സ് മിഷൻ മാർച്ചിലാണ് ക്രിപ്സ് മിഷൻ. ഓക്കെ, മാർച്ചിലാണ് ക്രിപ്സ് മിഷൻ. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതിന് ശേഷമേ വരത്തുള്ളൂ? ക്രിപ്സ് മിഷന്, അതായത് ക്രിപ്സ് മിഷന് ശേഷമേ ക്വിറ്റ് ഇന്ത്യ സമരം വരത്തുള്ളൂ. ഓക്കെ. അപ്പോഴ് ആദ്യം വരുന്നത് ഇതിൽ ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ 2 ആദ്യം വരും. ഓഗസ്റ്റ് ഓഫർ 2ാമത് വരും. ഓക്കെ. അപ്പൊ 2, 1. ഓക്കെ. അതിനുശേഷം വരുന്നത് ക്രിപ്സ് മിഷൻ 3, 4 അല്ലേ? 2, 1, 3, 4 ആൻസർ. 2, 1, 3, 4. 2, 1, 3, 4 ആൻസർ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത്, ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അവിടെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അടുത്ത്, ക്രൗളിംഗ് ഓർഡർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, തെറ്റായത് കണ്ടെത്തുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. നീലം കർഷക സമരം നടന്നത് 1857-ലാണ്. നീലം കർഷക സമരം നടന്നത് ബീഹാറിലാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവനും. ഈ രീതി അറിയപ്പെട്ടിരുന്നത് റൈറ്റ് വാലി വ്യവസ്ഥ എന്നാണ്. ഓക്കെ. തെറ്റായതാ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. തെറ്റായ
ഓക്കെ. പിള്ളേർ നോക്കാം. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാര്. സെമീന്ദാർമാര് കറക്റ്റ് ആണോ? അത് ശരിയാണ്. അപ്പൊ ഒന്ന് തെറ്റല്ല. അപ്പൊ ഒന്നുള്ള ഓപ്ഷൻ കൂട്ടി കാണാൻ കേട്ടോ. ഓക്കെ, ഒന്ന് തെറ്റല്ല. ശരി, അടുത്ത് നീലം കർഷക കലാപം നടന്നത് 1857 അല്ല, നീല കർഷക നടന്നത് എപ്പോഴാണ്ടാ? നീല കർഷക സമരം നടന്നത് 1859 നീലം കർഷക സമരം നടന്നത് 1859 ഓക്കെ. അപ്പൊ ആ വർണ്ണം കിട്ടിയാൽ മതി. നമുക്ക് ആൻസർ ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ തെറ്റാണ്. അപ്പൊ രണ്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഓപ്ഷൻ സി. രണ്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. നോക്കിയേ, ഓപ്ഷൻ സി ആണ്. ബാക്കി രണ്ടില്ലല്ലോ. അതായത് ഇവയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാം ശരിയെന്നാണ്. ഓക്കെ, അപ്പൊ അത് തെറ്റ്. അടുത്ത 3ഉം 4 അതിൽ രണ്ടില്ല, 2 തെറ്റല്ലേ? അതിൽ അടുത്ത് ക്ലിയർ ചെയ്തേ. നീലം കർഷക സമരം നടന്നത് ബീഹാറിലാണ്. അത് തെറ്റല്ലേടാ? അപ്പോഴും ശരിയായിട്ടുള്ളത് എന്താണ്? ബംഗാളിലാണ് നീലം കർഷക സമരം നടന്നത് അല്ലേ? ബംഗാളിലാണ് നീലം കർഷക സമരം നടന്നത്. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവനും. ഈ രീതി അറിയപ്പെടുന്നത് റൈറ്റ് വാരി എന്നാണ്. അല്ല, അത് മഹൽവാരിയാണ് അല്ലേ വളരെ? കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവൻ, അത് മഹൽവാരിയാണ് അല്ലേ? മഹൽവാരി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ നീലം കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദീനബന്ധു മിത്ര എഴുതിയ നാടകമാണ് ഏത്? നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ ആണല്ലേ? നീൽ ദർപ്പൺ. ഓക്കെ, നീൽ ദർപ്പൺ. ഈ നീൽ ദർപ്പൺ നാടകത്തിന്റെ പ്രചാരണം ഇന്ത്യയിൽ നടത്തിയ സംഘടന ഏതാണ്? നീൽ ദർപ്പൺ നാടകത്തിന്റെ പ്രചാരണം ഇന്ത്യയിൽ നടത്തിയ സംഘടന ഏതാണ് പിള്ളേരെ? അത് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, തത്വബോധിനി സഭ സ്ഥാപിച്ചതാര്? തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണല്ലേ? ഓക്കെ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോൾ ലിൻ ലിത്ഗോയാണ് വൈസ്രോയി. അടുത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല ലക്ഷ്യം ഇവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല ലക്ഷ്യം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഓപ്ഷൻ ഡി ഇവയല്ല. ഏതാണ് ആൻസർ ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് ആൻസർ. ഇതെല്ലാം ആൻസർ ആണ് കേട്ടോ. ഓക്കെ. അടുത്ത, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങി അധികാരം നഷ്ടപ്പെട്ട മരുതു പാണ്ഡ്യൻ എവിടെയാണ് ഭരണം നടത്തിയിരുന്നത്? അപ്പോൾ മരുതു പാണ്ഡ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരുതു പാണ്ഡ്യൻ ഇതൊക്കെ SCERT ഉള്ളതാണ്. മരുതു പാണ്ഡ്യൻ അപ്പോൾ മരുതു പാണ്ഡ്യൻ ശിവഗംഗയിലാണ് മരുതു പാണ്ഡ്യൻ. ഓക്കെ. അടുത്ത് ഗുജറാത്ത്, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ. ഓക്കെ. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഓക്കെ. പിന്നെ പഴശ്ശിരാജ, പിന്നെ കിട്ടൂർ ചെന്നമ്മ. ഓക്കെ. ശരി, ഇവിടെ നോക്കിയോ. വേലുത്തമ്പി തിളവേണ്ട. ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് നിർമ്മാണശാലയിൽ ആരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം നടത്തിയത്? അപ്പൊ ഗുജറാത്തിലെ ധരാസനയിൽ നേതൃത്വം നൽകിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് സരോജിനി നായിഡു ആണല്ലേ? സരോജിനി നായിഡു. ഓക്കെ. പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒന്നാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമ സംഹിത സംപ്രാപ്തമാക്കാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദ്യം. ഈ പ്രസ്താവന ഏത് ഭാഗത്താണ് ചോദ്യം? അപ്പോഴേ അത് നിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒന്നാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമ സംഹിത സംപ്രാപ്തമാക്കാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 അല്ലേ പിള്ളേരെ? ആർട്ടിക്കിൾ 44ന്റെ എക്സ്പ്ലനേഷൻ ആണ് ആർട്ടിക്കിൾ 44. യൂണിഫോം സിവിൽ കോഡ് അല്ലെ? യൂണിഫോം സിവിൽ കോഡ്. ഓക്കെ, അത് തന്നെയാണ്.
അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അതായത് യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ളത് ഗോവയിൽ ഇപ്പൊ പുതുതായി പാസ്സാക്കിയത്, അത് ആ ബില്ല് പാസ്സാക്കിയത് ആരെന്ന് കേട്ടാൽ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ പാസ്സാക്കിയ ഉത്തരാഖണ്ഡിൽ. ജയ് ക്വസ്റ്റ്യൻ ജയ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഓക്കെ, ഒന്ന് ചെയ്തേ. വളരെ ഇതില് ഒന്നാമത്തത് ശരിയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയാണല്ലേ? അത് ശരിയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിച്ചത്. അതും ശരിയാണ്. ഓക്കെ. എന്നാൽ ആദ്യ സമ്മേളനം ചേർന്നത് 47 ഓഗസ്റ്റ് 15-നല്ല, 46 ഡിസംബർ 9-ന്. 46 ഡിസംബർ 9-ന്. 46 ഡിസംബർ 9-ന്. വളരെ ഒരു 3 ചോദ്യം നിങ്ങൾ ഓർത്തു. 3 വ്യക്തികൾ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി, ആചാര്യ കൃപലാനി, JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ് പിള്ളേരെ? അത് സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിര അധ്യക്ഷൻ ആരാണ്? സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. അപ്പം ആദ്യമേ അഭിസംബോധന ചെയ്തത് ആചാര്യ കൃപലാനി, JB കൃപലാനി. ഓക്കെ. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. സ്ഥിര അധ്യക്ഷൻ ആരാണ്? സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയില് രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുത്ത് എന്നാണ് പിള്ളേരെ? ഡിസംബർ 11-നാണ്. ഡിസംബർ 11-ന്. ഓക്കെ. ഇനി ഡിസംബർ 13-ന് ഒരാളൊരു കാര്യം ചെയ്തു. എന്താ? ഡിസംബർ 13-ന് ഒരാളൊരു കാര്യം ചെയ്തു. 46 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ ലക്ഷ്യപ്രമേയം പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ഇതായി മാറി, പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖമായി മാറി. ഓക്കെ, ആമുഖമായി മാറി. അപ്പൊ അത് ഡിസംബർ 13-നാണ് അത് അവതരിപ്പിക്കുന്നത് കേട്ടോ. ഡിസംബർ 9-ന് ആദ്യത്തെ യോഗം ചേർന്നു. ഓക്കെ. ഡിസംബർ 11-നാണ് രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ 1ഉം 2ഉം ശരി. അടുത്ത ചോദ്യം, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? വളരെ ആൻസർ 93 ഭേദഗതി. ഓക്കെ, 93 ഭേദഗതിയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 93 ഭേദഗതിയാണ്. അടുത്ത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്. ക്വസ്റ്റ്യൻ വായിച്ചത് അല്ലാതെ അവർ ഡാഷ് എന്ന് വിളിച്ചിട്ടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്ടാ? ഒരു നിയമപരമായ ബോഡി, ബഹുമുഖ സ്ഥാപനം. ഓക്കെ, അങ്ങനെയാണോ? അങ്ങനെയാണ് കേട്ടോ. അതായത് ഒരു നിയമപരമായ ബോഡിയാണ്, ബഹുമുഖ സ്ഥാപനവും ആണ് കേട്ടോ. അതായത് AC എന്നിവ. ഓക്കെ. നിയമപരമായ ബോഡി എന്ന് പെട്ടെന്ന് കറുപ്പിക്കരുത്. ഞാൻ നിങ്ങൾ പറഞ്ഞു, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓപ്ഷൻ ഫുള്ള് വായിക്കണം. ഓക്കെ. ഇപ്പൊ നാളെ എക്സാം എഴുതാൻ പോണ പിള്ളേരുടെ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ചോദ്യം പെട്ടെന്നാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടെന്നൊക്കെ തോന്നും. മനസ്സിലായില്ലേ? എന്നാലും നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേര് 100 ചോദ്യവും നാളത്തെ 100 ചോദ്യവും ഓപ്ഷൻ നിങ്ങൾ വായിച്ചിരിക്കണം. അത് വായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അത് വായിക്കാനുള്ള മനസ്സും സാവകാശവും നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. മനസ്സിലായ? ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിഞ്ഞൂടാ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് നോക്കാതെ പോകും. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ അറിഞ്ഞൂടായിരിക്കും, പക്ഷെ ആ ക്വസ്റ്റ്യനിൽ ഒരു വാക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള ഓപ്ഷൻ വെച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. മനസ്സിലായ?
ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഫുള്ള് വായിക്കുക. ഒരു പേന വെച്ചിട്ട് നല്ല രീതിയിൽ ചോദ്യം വായിക്കുക. ഒരു പേന ഇങ്ങനെ ഓട്ടിച്ചിട്ട് അത് നല്ല രീതിയിൽ വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം ഓർമ്മ വരും. ഓക്കെ, ആ രീതിയിൽ ഇത്ര എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത വസ്തുത ഏതാണെന്നാണ് ചോദ്യം. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 236. തെറ്റ്. ഹൈക്കോടതി റിട്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ പിള്ളേരെ? 226. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5. അത് ശരിയാണ്. ഓക്കെ, അപ്പൊ റിട്ട് അവിടെ കുറച്ച് പഠിക്കാനുണ്ട്. മൗലിക അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയൂ. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. അപ്പൊ ഈ റിട്ടെന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്, അത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഓക്കെ, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് ചോദ്യം? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് ചോദ്യം? ദേശീയ ചിഹ്നം, നാഷണൽ എംബ്ലം. 1950 ജനുവരി 26 നമ്മുടെ നാഷണൽ എംബ്ലം അംഗീകരിക്കുന്നത്. നാഷണൽ എംബ്ലത്തിൽ രേഖപ്പെടുത്തുന്ന വാക്ക് സത്യമേവ ജയതേ, സത്യമെല്ലായ്പ്പോഴും വിജയിക്കട്ടെ, അല്ലെ? സത്യമേവ ജയതേ. ഓക്കെ, അടുത്ത്, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആരെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആരാണ് അതിന്റെ ആൻസർ? അതിന്റെ ആൻസർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതിൽ അംഗമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗമാണ്. ലോകസഭ പ്രതിപക്ഷ നേതാവ് അംഗമാണ്. പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും എന്താണ്? അംഗമാണ് കേട്ടോ. ഓക്കെ, ഇപ്പോഴത്തെ ലോകസഭയ്ക്ക് പ്രതിപക്ഷ നേതാവ് ഇല്ലെന്ന് ഞാൻ പറയാൻ നിങ്ങൾ അംഗീകരിക്കോ ഇല്ലേ? ഉണ്ട്. ആരാണ്? രാഹുൽ ഗാന്ധി അല്ലേ? രാഹുൽ ഗാന്ധി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തില് കേരളത്തിലെ വി ഡി സതീശൻ. ഓക്കെ, അടുത്ത, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതല ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? ഗവൺമെന്റിനെയും നീതിന്യായ വ്യവസ്ഥയും ബഹുമാനിക്കുക, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമങ്ങൾ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, ഇതിൽ ഏതാ ഉൾപ്പെടാത്തത്? അവിടെ നമുക്ക് ഗവൺമെന്റിനെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായ? നമ്മളാണ് ഗവൺമെന്റ് രൂപം നൽകുന്നത്, അല്ലേ? നമ്മളല്ലേ ഗവൺമെന്റ് രൂപം നൽകുന്നേ? ഓക്കെ, നമ്മൾ ഓരോ പൗരന്മാരാണ്. നമ്മുടെ വോട്ട് പ്രകാരമാണ് ഓരോ ആൾക്കാർ വിജയിച്ചു പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് രൂപം കൊള്ളുന്നത്. ഗവൺമെന്റ് സർവൻസ് ആണ്. നമ്മുടെ ഇപ്പൊ ഗവൺമെന്റ് സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്തായി മാറും? ഗവൺമെന്റ് സർവൻസ് ആയി മാറും. അതായത് നിങ്ങൾ സർവൻസ് എന്ന് വെച്ചാൽ സർവീസ് ചെയ്യേണ്ടത് ആർക്കാണ്? ജനങ്ങളെ സേവിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ജനങ്ങളെ ബഹുമാനിക്കണം ഗവൺമെന്റ്. ഓക്കെ, ക്ലിയർ ആണ്. ഇവിടെ ഗവൺമെന്റിനെതിരെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവ അകത്താണ്. ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന ദിവസം. ഫ്ലാഗ് കോഡ് 2002 ജനുവരി 26, അല്ലെ? 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് എന്ത് ചെയ്തത്? നിലവിൽ 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ ബാക്കിയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ പറഞ്ഞു പോകണ്ട. ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പറയുന്നത് ആമുഖത്തിലാണ്. ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പറയുന്ന എല്ലാ പിള്ളേരെ ആമുഖത്തിലാണ്. ആമുഖം. ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? നാഷണൽ ഹൈവേ 544 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വാളയാർ ഇടപ്പള്ളിയാണ് ദേശീയപാത 544 ബന്ധിപ്പിക്കുന്നത്. ഈ ദേശീയപാത 544 നമ്മുടെ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത് കേട്ടോ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 544 പാലക്കാട് ചുരം. ഓക്കെ, കുതിരാൻ തുരങ്കോ അത് തന്നെയാണ്. കുതിരാൻ തുരങ്കോ. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? തൂവാനം വെള്ളച്ചാട്ടം
അപ്പോൾ തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലെന്ന് കേട്ട് കഴിഞ്ഞാല് പാമ്പാറിലാണ്. പാമ്പാർ. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എന്നാണ് ചോദ്യം. സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇടനാടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ആദ്യ സർക്കാർ ആശുപത്രി തുടങ്ങിയ തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് കഞ്ചിക്കോടാണ്. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയോ, സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ശരിയാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ശരിയാണ്. കേരളത്തിൽ ആദ്യ സർക്കാർ ആശുപത്രി തുടങ്ങിയത് തിരുവനന്തപുരത്താണ്. ശരിയാണ്. കേരളത്തിൽ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക്, സീ ഫുഡ് പാർക്ക് അല്ല ചോദിക്കുന്നത്, മെഗാ ഫുഡ് പാർക്ക് ആണ്. ഓക്കെ, സീ ഫുഡ് പാർക്ക് ആണെങ്കിൽ എവിടെയാണ് സീ ഫുഡ് പാർക്ക്? അത് അരൂരാണ്. കേട്ടോ, അരൂരാണ്. ഓക്കെ. വിഷ്ണുവിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ വിഷ്ണു? അതെ സാർ. വലിയ സെലിബ്രേഷൻ ഒക്കെ ആണല്ലോ. ഇല്ല സാർ, വീട്ടിൽ അങ്ങനെ സെലിബ്രേഷൻ ഒന്നുമില്ല. ഗ്രൂപ്പില് എവിടെ സെലിബ്രേറ്റ് ചെയ്ത ഫോട്ടോ പിന്നെ ഗ്രൂപ്പിൽ കണ്ടേ? അല്ല, ഇന്നലെ അത് നൈറ്റ് ഒരു 11 മണിക്കൊക്കെയാ സാർ സെലിബ്രേഷൻ. അങ്ങനെയില്ല, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചേച്ചി ഇപ്പൊ നൈറ്റ് അപ്പൊ വന്നത്. അപ്പൊ നൈറ്റ് അങ്ങനെ കേക്ക് മുറിച്ചതാ. വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അമ്മ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അമ്മക്ക് എന്താ ജോലി? അമ്മ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ നേഴ്സാ സാർ. നേഴ്സാണോ? നേഴ്സാ. നഴ്സുമാർ ദൈവത്തിന്റെ മാലാകമാരാണല്ലേ? അല്ലേ, നമുക്ക് ഇങ്ങനെ അവസരം കിട്ടിയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കേട്ടാ? അല്ലേ, ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, കർണാടക അതിർത്തിയില് വയനാട് കുടക് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗം. അപ്പോഴേ അത് ബ്രഹ്മഗിരി കുന്നുകളാണ്. കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗം ഏതാണ്? ബ്രഹ്മഗിരി കുന്നുകളാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി എന്താ പിള്ളേരെ? അതിന്റെ ആൻസർ ഒരു നെല്ലും ഒരു മീനും. കേട്ടോ, ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. അടുത്ത്, സംരക്ഷിത പ്രദേശങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്ന ജോഡിയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ചെന്തുരുണി കൊല്ലം, പേപ്പാറ ഇടുക്കി, മംഗളവനം എറണാകുളം, നീരണം വയനാട്. വളരെ ചെന്തുരുണി കൊല്ലം ശരിയാണ്. പേപ്പാറ ഇടുക്കി ശരിയാണ്. പേപ്പാറ തെറ്റാണ്. പേപ്പാറ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. ഓക്കെ. മംഗളവനം എറണാകുളം ശരിയാണോ? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. അത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം, ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം, പ്രത്യേകതരം കടവാവലകളെ കാണപ്പെടുന്നു. ഓക്കെ, കേരള ഹൈക്കോടതിയുടെ സമീപത്തെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഓക്കെ, കണ്ടൽ കാടുകൾക്കിടെ സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ മംഗളവനത്തിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ശരി, അടുത്ത, നിരണം താറാവ് വളർത്തൽ കേന്ദ്രം. നിരണം എവിടെയാണ്? നിരണം പത്തനംതിട്ടയിലാണ്. അപ്പൊ അതും തെറ്റാണ്. നിരണം പത്തനംതിട്ടയിലാണ് നിരണം. ഓക്കെ, അപ്പം ഇതില് ശരിയായ എടുക്കുന്നത്. അപ്പൊ ശരിയായത് ഏതൊക്കെ പിള്ളേർ? 1 ശരിയാണ്, 3 ശരിയാണ്. ഓക്കെ. അടുത്ത്, കേരളത്തിലെ കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ കേരള കയർ ബോർഡിന്റെ ആസ്ഥാനം. കയർ ബോർഡാ ചോദിച്ചിരിക്കുന്നത്. കയർ ബോർഡ് ആലപ്പുഴ ഇറങ്ങി പോവുകയാണ്. കയർ ബോർഡ് എവിടാ? കയർ ബോർഡ് കൊച്ചിയാണ് കേട്ടാ. കയർ ബോർഡ്, സ്പൈസസ് ബോർഡൊക്കെ കൊച്ചിയിലാണ്. കയർ ബോർഡ്, സ്പൈസസ് ബോർഡൊക്കെ കൊച്ചിയാണ്. കേരളത്തിലെ മുണ്ടകൻ കൃഷിക്ക് പേരിട്ട സ്ഥലം.
മുണ്ടകൻ. മുണ്ടകൻ പാലക്കാട്. മുണ്ടകൻ പാലക്കാട് അല്ലെ? മുണ്ടകൻ പാലക്കാടാണ്. നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷികൾ 3 ഉണ്ട്. ഓക്കെ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച അല്ലെ? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെ 3 കൃഷിയുണ്ട് കേട്ടോ. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെ 3 കൃഷിയുണ്ട്. ഓക്കെ, ഇതില് ഈ വിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ രചില സാർ അതിനോരോ സമയമില്ല, അതൊന്ന് പറഞ്ഞുതരോ? സമയോ? വിരിപ്പിന്റെയോ? ആ 3. അതായത് മാസം എനിക്ക് ഓർമ്മ, എന്നാലും ഇത് പറഞ്ഞില്ല, സമയം പറഞ്ഞില്ല. വിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിപ്പാണ് ആദ്യം. വിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്, ഖാരിഫാണ് കേട്ടോ. ഖാരിഫ് വിളയാണ് വിരിപ്പ്. ശരത്കാല വിള എന്നറിയപ്പെടുന്നതും വിരിപ്പാണ്. ശരത്കാല വിള എന്ന് പറയുന്നതും വിരിപ്പാണ്. ഓക്കെ കേട്ടാ, ശരത്കാല വിള. ഓക്കെ, ഖാരിഫ് വിളയാണ് വിരിപ്പ് കേട്ടോ. കേരളത്തിലെ ഖാരിഫ് വിളയാണ് വിരിപ്പ്. ഓക്കെ, ശരത്കാല വിളയുമാണ്. ഓക്കെ, മുണ്ടകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യകാല വിളയാണ്. ശൈത്യകാല വിളയാണ് മുണ്ടകൻ. ശൈത്യകാല വിളയാണ് മുണ്ടകൻ കേട്ടോ. ശൈത്യകാല വിളയാണ് മുണ്ടകൻ. ഓക്കെ, അതുപോലെ പുഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാല വിളയാണ്. വേനൽക്കാല വിള. ഈ പുഞ്ച പ്രധാനമായും കൃഷി ചെയ്യുന്നത് ആലപ്പുഴ പ്രദേശത്താണ് കേട്ടോ. പുഞ്ച കൃഷി ചെയ്യുന്നത് ആലപ്പുഴ പ്രദേശത്താണ് പുഞ്ച കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള നെൽകൃഷി എന്ന് പറഞ്ഞാൽ മുണ്ടകനാണ് കേട്ടോ. മുണ്ടകനാണ് ഏറ്റവും കൂടുതലുള്ളത്. മുണ്ടകൻ കൃഷിക്ക് പേരിട്ട സ്ഥലം പാലക്കാടാണ് മുണ്ടകൻ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഓർഡർ. ആദ്യം വിരിപ്പ്, അതായത് കേരളത്തിലെ ഖാരിഫ് വിളയായിട്ട് കണക്കാക്കുന്ന വിരിപ്പിനെയാണ് കേട്ടോ. ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ ആ ഒരു സമയം നമ്മൾ എന്റെ രൂപം ശരിയാണെങ്കിൽ ഏപ്രിൽ മെയ് മാസം വിളവിറക്കുകയും കേട്ടോ. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത്, ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ല, അതിന് മുമ്പ് ജൂലൈ ഓഗസ്റ്റ്, ഞാൻ കറക്റ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാനത് ഇട്ടുതരാം അങ്ങോട്ട്, ഇപ്പൊ തന്നെ ഇട്ടുതരാം ക്ലാസ് കഴിഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന്. ശരി, അപ്പൊ വിരിപ്പ് ഖാരിഫാണ്. അതുപോലെ തന്നെ മുണ്ടകൻ ശൈത്യകാല വിള. വിരിപ്പിനെ തന്നെയാണ് നമ്മൾ ശരത്കാല വിള എന്നും പറയുന്നത്. പുഞ്ച എന്ന് പറഞ്ഞാൽ വേനൽക്കാല വിളയാണ്. അത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, പുഞ്ച കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുഞ്ച കൃഷി ആലപ്പുഴയിലാണ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ ഈ മഴക്കാലത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെയൊക്കെ വെള്ളം കയറി കിടക്കും. അപ്പൊ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് വെള്ളം പോയതിനു ശേഷമാണ് ഈ പുഞ്ച കൃഷി ചെയ്യുന്നത്. മനസ്സിലായ? വേനൽക്കാലത്ത് മാത്രമേ പുഞ്ച കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേനൽക്കാല വിളയാണ് ഏത്? പുഞ്ച. കാരണം താഴ്ന്ന പ്രദേശങ്ങളല്ലേ ഈ ആലപ്പുഴയിലും കുട്ടനാടും ഒക്കെ ഉള്ളത്. ഓക്കെ, അടുത്ത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥയിൽ എന്നാണ് ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയിലാണ്. കേരളത്തിന്റെ ശരാശരി മഴ എന്ന് പറഞ്ഞാൽ 300 സെന്റിമീറ്റർ ആണ്. 300 സെന്റിമീറ്റർ ആണ് ശരാശരി മഴ എന്ന് പറയുന്നത്. ശരാശരി മഴ 300 സെന്റിമീറ്റർ ആണ്. 300 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ശരി. അതിൽ ഈ ഇതിന്റെ ഒരു എമൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് 200, 50 അങ്ങനെ ആയിരുന്നു. നമുക്കിപ്പോ വേനൽ മഴ 40 സെന്റിമീറ്റർ ഒക്കെ PSC ആൻസർ എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? 40 സെന്റിമീറ്റർ PSC ആൻസർ എടുത്തിട്ടുണ്ട്. അതായത് 200 സെന്റിമീറ്റർ എന്താണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. 200 തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വടക്കിഴക്കൻ മൺസൂണ്. പിന്നെ 50 സെന്റിമീറ്റർ വേനൽ മഴ. നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം 40ഉം 50ഉം ഉള്ളൊരു ഓപ്ഷനിൽ PSC 40 ആൻസർ എടുത്തു വേനൽ മഴയിൽ കേട്ടോ. അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് തപ്പട്ടെ. അതിന്റെയും കറക്റ്റ് അളവ് കിട്ടുകയാണെങ്കിൽ കേട്ടോ, പുതിയ അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ഷെയർ ചെയ്തുതരാം. ഓക്കെ, ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ഓർത്തത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളിൽ ഉൾപ്പെടാത്തത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിൽ ഉൾപ്പെടാത്തത്. വളരെ തമിഴ്നാടുമായി കോട്ടയം അതിർത്തി പങ്കിടുന്നില്ല. കോട്ടയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കോട്ടയമാണ് ഒരേ ഒരു ജില്ലയാണ്. അതായത് ഒരു കടൽത്തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായിട്ടുള്ള ഒരേ ഒരു ജില്ല. മനസ്സിലായില്ലേ? അതായത് രാഹുലിന്റെ നാട് ഇതാണോ? കോട്ടയമാണോ? കോട്ടയം. അതാ പെട്ടെന്ന് പറഞ്ഞേ. കോട്ടയം ജില്ല രൂപം കൊണ്ട വർഷവും തീയതിയും പറഞ്ഞേ. 49 ജൂലൈ 1-നാണ്. 49 ജൂലൈ 1-നാണ് കോട്ടയം ജില്ല രൂപം കൊണ്ടത്. അക്ഷരനഗരി എന്നറിയപ്പെടുന്നു.
സുമർചിത്ര നഗരി എന്നറിയപ്പെടുന്നു. സുമർചിത്ര നഗരി എന്നറിയപ്പെടുന്നു. മീനച്ചിലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്നു. മീനച്ചിലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്നു. അക്ഷര നഗരി, സുമർചിത്ര നഗരി, മീനച്ചിലാറിന്റെ പട്ടണം, ഇതെല്ലാം കോട്ടയമാണ്. ഓക്കെ, അത് മാത്രമല്ല മൂന്ന് നമ്മുടെ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കുന്ന നദി മീനച്ചിലാറാണ്. ഒരു ഗ്രാമം പറയുന്നുണ്ട്, അത് ഐമനം എന്ന ഗ്രാമം പറയുന്നുണ്ട്. പിന്നെ 3 എല്ലുകളുടെ നാടെന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. 3 എല്ലുകളുടെ നാടെന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ഓക്കെ, അത് മാത്രമല്ല കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയില്, ഐമനം രാവുന്ന സ്ഥലമാണോ? കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയാണ്? MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയില് അതിരമ്പുഴയാണ്. ഓക്കെ, അതുപോലെ തന്നെ 1989 ജൂൺ മാസം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമായി പ്രഖ്യാപിച്ചത് കോട്ടയമാണ്. ഓക്കെ, അങ്ങനെ കോട്ടയത്തിന്റെ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. 3 എല്ലുകളുടെ നാട്, ലേക്ക് ലാറ്റക്സ് ലെറ്റർ. ഓക്കെ, CMS കോളേജ്. അടുത്ത, തിരുവിതാംകൂറിലെ ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിച്ചത്? പിള്ളേരെ, പൗരസമത്വവാദ പ്രക്ഷോഭം 1919 പൗരസമത്വവാദ പ്രക്ഷോഭം കാരണമാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിച്ചത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നിവർത്തന പ്രക്ഷോഭം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിവർത്തന പ്രക്ഷോഭം ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിവർത്തന പ്രക്ഷോഭം. വൈക്കം സത്യാഗ്രഹം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വൈക്കം ക്ഷേത്രത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ജോലികളിൽ തമിഴ് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന ഒരു പ്രാധാന്യം ഇല്ലാതാക്കി തിരുവിതാംകൂറുകാർക്ക് നൽകുക എന്നൊരു മുദ്രാവാക്യത്തോടെ നടന്നതാണ് മലയാളി മെമ്മോറിയൽ. ഓക്കെ, ശരി, പെട്ടെന്ന് ചെയ്തോണേ ക്വസ്റ്റ്യൻസ്, സമയം കുറവുണ്ടാകും. മാർത്താണ്ഡവർമ്മയുടെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടാത്ത എന്നാണ് ചോദ്യം. കേരളത്തിലെ സത്യപരീക്ഷയായ ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ്. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ആദ്യത്തെ ഭൂ സർവേ നടത്തി. ഓക്കെ, ഇതില് സത്യപരീക്ഷയായ ശുചീന്ദ്രൻ കൈമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ആരുടെ? അതൊന്ന് പറഞ്ഞു. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് നമുക്ക് ഇപ്പൊ ചോദിച്ചായിരുന്നു. അത് നമ്മളെ LSTS മെയിന് സ്വാതി തിരുനാളാണ് നിർത്തലാക്കിയത്. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണോ? മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത്, തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കൽ നിർത്തലാക്കിയ ഭരണാധികാരി ഇദ്ദേഹമാണോ? അല്ല. അപ്പൊ അതാണ് ആൻസർ. ഓക്കെ, അതുപോലെ ഭൂ സർവേ നടത്തിയത് അത് നമ്മൾ പഠിച്ചു അല്ലേ? മല്ലൻ ശങ്കരൻ. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക, ദാനം എന്നീ പേരിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയെ തരംതിരിച്ചു. ഓക്കെ, ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരിലൊക്കെ ഭൂമിയെ തരംതിരിച്ചു. അത് ചെയ്ത ആളുടെ പേരാണ് മല്ലൻ ശങ്കരൻ. അടുത്ത ചോദ്യം, ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമായ നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അപ്പോൾ നീല ജലനയം അതാരാണ്? അൽമേഡ. ഓക്കെ, തിരുവനന്തപുരത്ത് ആരംഭിച്ച കേരള പഞ്ചികയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? അറിയാമെങ്കിൽ പിടിച്ചതല്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് പാടാണ്. നിങ്ങൾ ഈ പാടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോണം പരീക്ഷയ്ക്ക്. ഓക്കെ, എളുപ്പം പ്രതീക്ഷിച്ച് അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ പാട് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പാവും. അപ്പൊ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യനെ കണ്ടു പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ചൊരു അലർട്ടാവും കേട്ടോ. കുറച്ചൊരു അലർട്ടായി നിങ്ങൾ എഴുതും. ഓക്കെ, തിരുവനന്തപുരത്ത് ആരംഭിച്ച കേരള പഞ്ചികയുടെ സ്ഥാപക പത്രാധിപരാണെന്നാണ് ചോദ്യം. വളരെ ആൻസർ കെ രാമകൃഷ്ണപിള്ള. ഓക്കെ, ഈ കെ രാമകൃഷ്ണപിള്ള ആരെന്നറിയോ? അടുത്ത ദിവസം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണെന്നാണ് ചോദ്യം. പെട്ടെന്ന് ചെയ്തോളാം. ഓക്കെ, ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിലെ ഉപ്പ് സത്യ രക്തസാക്ഷി PC കുഞ്ഞിരാമൻ അടിയോടിയാണ്.
അടുത്ത് ആലുവ അദ്വൈതാശ്രമത്തിന്റെ പ്രമാണവാക്യം ഏത്? ആലുവ അദ്വൈതാശ്രമത്തിന്റെ പ്രമാണവാക്യം ഏത്? അവിടെ ഓം സാഹോദര്യം സർവത്ര, ഓം സാഹോദര്യം സർവത്ര, ഓം സാഹോദര്യം സർവത്ര. നൽകിയിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ എഴുതുക. ഓക്കെ, ഒന്ന് പെട്ടെന്ന് എഴുതിക്കുക. നൽകിയിരിക്കുന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ ഒന്ന് പെട്ടെന്ന് എഴുതിയ. കുറിച്യർ കലാപം 1812. കുണ്ടറ വിളംബരം, കുണ്ടറ വിളംബരം വർഷം പറയടാ. കുണ്ടറ വിളംബരം 1809. പണ്ടാരപ്പാട്ട വിളംബരം വർഷം പറയടാ. 1865. പണ്ടാരപ്പാട്ട വിളംബരം 1865. ശ്രീരംഗപട്ടണ ഉടമ്പടി വർഷം പറയടാ. 1792. ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് 4. അപ്പൊ 4 ആദ്യം വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എയും ബിയും ഉണ്ട്. 4 ശേഷം വരേണ്ടത് 2ആണ്. കുണ്ടറ വിളംബരമാണ് വരേണ്ടത്. അപ്പൊ 4 ശേഷം 2 വരുന്ന ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ, ഓപ്ഷൻ എ, ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793, 97. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793, 97 ആണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം താഴെ പോണ്ട് 1800, 805. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800, 805. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതാര്? സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതാര്? അവിടെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദനാണ്. ആഗമാനന്ദൻ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 20 പേരുടെ കാൽനട ജാഥ നയിച്ചതാരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 20 പേരുടെ കാൽനട യാത്ര നയിച്ചതാരാണ്? വളരെ അതിന്റെ ആൻസർ ഓപ്ഷൻ എ, സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുന്നോടിയായിട്ട് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 20 പേരുടെ കാൽനട ജാഥ നയിച്ചത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഓക്കെ, അടുത്ത ഇവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? വൈറസ് രോഗങ്ങൾ. ഈസി ക്വസ്റ്റ്യൻ. നിപ്പയും എയ്ഡ്സുമാണ് വൈറസ് രോഗങ്ങൾ. നിപ്പയും എയ്ഡ്സുമാണ് വൈറസ് രോഗങ്ങൾ അല്ലെ? നിപ്പയും എയ്ഡ്സും. ഓക്കെ, ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മലേറിയ എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവ രോഗമാണ്. പ്രോട്ടോസോവ രോഗമാണ്. ക്ഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ രോഗമാണ്. ക്ഷേതരക്താണുക്കളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ക്ഷേതരക്താണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ചെയ്തു. ഏറ്റവും വലിയ രക്താണുവാണ് ക്ഷേതരക്താണുക്കൾ. എണ്ണത്തിൽ വളരെ കുറവാണ് ക്ഷേതരക്താണുക്കൾ. മർമ്മമില്ലാത്ത രക്തകോശങ്ങളാണ് ക്ഷേതരക്താണുക്കൾ. ക്ഷേതരക്താണുവിന്റെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ്. ഏതാ തെറ്റ്? ഏതാ തെറ്റ്? വളരെ ഏറ്റവും വലിയ രക്താണു ക്ഷേതരക്താണു. ശരിയാണ്, ഏറ്റവും വലുതാണ് ക്ഷേതരക്താണു. എണ്ണത്തിൽ കുറവാണ്. 6000 ഒക്കെയാണ്. 6000 മുതൽ 10000 വരെയാണ് എണ്ണം വരുന്നത്. മർമ്മം ഇല്ലാത്തതല്ല, മർമ്മമുണ്ട്. മർമ്മമുണ്ട്, മർമ്മമുണ്ട്, മർമ്മമുള്ളത്. മർമ്മമില്ലാത്തത് നമ്മുടെ RBCക്കും പ്ലേറ്റ്ലെറ്റിനും മർമ്മമില്ല. RBCക്കും പ്ലേറ്റ്ലെറ്റിനും എന്തില്ല പിള്ളേരെ? മർമ്മമില്ല. RBCക്കും പ്ലേറ്റ്ലെറ്റിനും മർമ്മമില്ല. ക്ഷേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, ക്ഷേതരക്താണുക്കൾ ലൂക്കോസൈറ്റ്, അണുരക്താണുക്കൾ എറിത്രോസൈറ്റ്, അതുപോലെ പ്ലേറ്റ്ലെറ്റുകൾ ത്രോംബോസൈറ്റ്. ഇതൊക്കെ നമ്മൾ റിവിഷൻ ചെയ്തു. ഇതും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്കിടയിൽ കാണപ്പെടുന്ന സന്ധി കീലസന്ധി. കഴുത്തിൽ കാണപ്പെടുന്ന സന്ധിയാണ് ചോദിക്കുന്നത്. കീലസന്ധി. പോളിയോ വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? പോളിയോ വൈറസ് വളരെ പോളിയോ വൈറസ് മലിനമായ ജലവും ആഹാരവും. പോളിയോ വൈറസ് മലിനമായ ജലവും ആഹാരവും. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ആന്തരപരാതം ചെല്ല്, ബാഹ്യപരാതം പേന്, ഇരപിടിയൻ സസ്യം വീനസ് ഫ്ലൈട്രാപ്പ്, പരപോഷികൾ സസ്യങ്ങൾ. ഇവിടെ ആയിക്കോട്ടെ. ചെള്ള് ആന്തരപരാതമാണേ. ചെള്ള് ആന്തരപരാതമാണേ. പറയടേ.
ചെള്ള് ആന്തരപരാധമല്ല, ബാഹ്യപരാധമാണ്. ഓക്കെ. അടുത്ത് ബാഹ്യപരാധം. പേന് ബാഹ്യപരാധമാണ്. ബാഹ്യപരാധമാണ് പേന്. ഓക്കെ, അപ്പൊ രണ്ട് ശരി. ഇരപിടിയൻ സസ്യമാണോ വീനസ് ഫ്ലൈ ട്രാപ്പ്? വീനസ് ഫ്ലൈ ട്രാപ്പ് ഇരപിടിയൻ സസ്യമാണ്. ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ്. പരപോഷികളാണോ സസ്യങ്ങൾ? പരപോഷികളാണോ? നമ്മളല്ലേ പരപോഷികൾ. സസ്യങ്ങൾ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നതിനാൽ സ്വപോഷികൾ എന്നല്ലേ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോഴ് ആൻസർ ശരിയായ ജോഡി 2 3. അടുത്തത് സിമ്പതറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരീര പ്രവർത്തനങ്ങൾ ഏതെല്ലാം? ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. സിമ്പതറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരീര പ്രവർത്തനങ്ങൾ. ആർക്കും കിട്ടിയില്ലേ സിമ്പതറ്റിക് വ്യവസ്ഥ? സിമ്പതറ്റിക് വ്യവസ്ഥ ഓപ്ഷൻ സി, ശ്വാസനാളം വികസിക്കുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല. ഓക്കെ, ശരി. ഉമിനീർ ഉൽപാദനം കൂടുന്നു പാരാസിമ്പതറ്റിക്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു പാരാസിമ്പതറ്റിക്. കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു പാരാസിമ്പതറ്റിക്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കുന്ന ജീവകം. ജലദോഷത്തിന്റെ ആവശ്യകം പിള്ളേരെ ജീവകം സി. ജീവകം സി ആണ്. ജീവകം സി. ലെഫ്റ്റ് ആയിക്കോ. ഇവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ഇവയിൽ ജീവിതശൈലി രോഗമല്ലാത്ത ഏതാണ് ചോദ്യം. നോക്കിക്കോടെ പിള്ളേരെ, ജീവിതശൈലി രോഗമല്ലാത്തത്. ഹീമോഫീലിയ ജീവിതശൈലി രോഗമാണ്? അല്ല, ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ല. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജനിതക രോഗമാണ്. ഓക്കെ. അരിമ്പാറ ജീവിതശൈലി രോഗമാണ്? അല്ല. അരിമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട? അതൊരു വൈറസ് രോഗമാണ്. അരിമ്പാറ എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗമാണ്. ഓക്കെ. സ്ട്രോക്ക്, പ്രമേഹം എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങൾ. സ്ട്രോക്ക്, പ്രമേഹം എന്നിവയാണ് ജീവിതശൈലി രോഗങ്ങൾ. അതായത് അല്ലാതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എയും അതായത് 1 2 എ ആണ് പറയുന്നത്. 1 2 ആണ് ജീവിതശൈലി രോഗങ്ങൾ കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാൻ കാരണമായ ജീവിതശൈലി രോഗം നമുക്ക് LSTS മെയിൻസിന്, അതായത് ഡിഗ്രി ലെവൽ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൃദ്രോഗമാണ് കേട്ടോ. അടുത്ത്, കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാവുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. കുടുംബനാഥൻ രോഗബാധിതനായി കിടക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. അറിഞ്ഞുകൊണ്ടെങ്കിൽ സ്കിപ്പ് അടിപൊളിയാ നോക്കിക്കൊണ്ടിരിക്കാതെ. ആലോചിക്കുകയാണോ? യെസ്, അതിജീവികയാണ് ആൻസർ. അതിജീവിക. കുടുംബനാഥൻ രോഗബാധയെ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി കേരള വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അതിജീവിക. ഓക്കെ, ശരി. അടുത്ത, മാതാവിൽ നിന്ന് പ്ലാസന്റിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് ചോദ്യം. പിള്ളേരെ, അത് ഓപ്ഷൻ എ, IgA ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലാസന്റിലൂടെ കടന്നു വന്നിട്ട് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണ് പിള്ളേരെ? അത് IgA ആണ്. IgA അല്ലടാ, രോഗപ്രതിരോധ ശേഷി IgG ആണ് കേട്ടോ. സോറി, അമ്മയുടെ ഇത് പ്ലാസന്റയാണ്. IgG ആണ്. രോഗപ്രതിരോധ ശേഷി പ്ലാസന്റയാണ്. ഓക്കെ, പ്ലാസന്റ. അമ്മയുടെ കൊളസ്ട്രം, അതായത് പാലിലടങ്ങിയിരിക്കുന്നതാണ് IgA കേട്ടോ. പാലിലടങ്ങിയിരിക്കുന്നതാണ് IgA ആണ്. അലർജിയുമായി ബന്ധപ്പെട്ടത് IgE ആണ് കേട്ടോ. രോഗപ്രതിരോധ ശേഷി നൽകുന്നത് IgG ആണ്. ഓക്കെ, പാലിലടങ്ങിയിരിക്കുന്നത് IgA ആണ്. അലർജിയുമായി ബന്ധപ്പെട്ട അലർജി എന്ന് പറയുമ്പോൾ E വരുന്നു അല്ലെ? അലർജിയുമായി ബന്ധപ്പെട്ടത് E ആണ്. ഓക്കെ, ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ M ആണ്. ഏതാ പിള്ളേരെ? M ആണ് ഏറ്റവും വലുത്. ബിഗ് എം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് എം ഏറ്റവും വലിയ ഇമ്മ്യൂണോഗ്ലോബുലിൻ M ആണ്. അടുത്ത, ഏറ്റവും ചെറുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് G. ജൂനിയർ G എന്ന് ഓർത്താൽ ഏറ്റവും ചെറുത് G ആണ്. ഓക്കെ,
അപ്പൊ അമ്മയുടെ മുലപ്പാലിലുള്ളത് IgA ആണ്. പ്ലാസന്റയിലൂടെ കടന്നു വന്ന് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് IgG ആണ്. അലർജിയുമായി ബന്ധപ്പെട്ടത് IgE ആണ്. വലുത് IgM ഉം ചെറുത് IgG യുമാണ് കേട്ടോ. ഓക്കെ, അടുത്ത പ്രശ്നം ചെയ്തേ. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി അറിയപ്പെടുന്നത്. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി അറിയപ്പെടുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വീക്ഷണ വിസ്തൃതിയാണ് അല്ലെ? വീക്ഷണ വിസ്തൃതിയാണ് കേട്ടോ, വീക്ഷണ വിസ്തൃതി. അടുത്ത ചോദ്യം, ഇവയിൽ ഗതികോർജം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഗതികോർജം, കൈനറ്റിക് എനർജി അനുഭവപ്പെടുന്ന ലെഫ്റ്റ് ആയിക്കോ. കൈനറ്റിക് എനർജി അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ ബി, അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിംഗ്. അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിംഗിൽ എന്ത് എനർജിയാ ഉള്ളത്? അപ്പോൾ സ്ഥിതികോർജം അല്ലെ? സ്ഥിതികോർജമാണ്. അതായത് ഏത് എനർജിയാ ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേടാ. കൈനറ്റിക് എനർജിയുടെ, അതായത് ഗതികോർജം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² അല്ലെ? ഹാഫ് mv². ഹാഫ് mv² ആണ് എന്ത് കണ്ടെത്താനുള്ള ഇക്വേഷൻ? ഹാഫ് mv² ആണ് നമ്മുടെ ഈ പറയുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം കണ്ടെത്താനുള്ള ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് mgh കേട്ടാ. mgh. സ്ഥിതികോർജം കണ്ടെത്താനുള്ള ഇക്വേഷൻ mgh ഉം ഗതികോർജം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഹാഫ് mv²മാണ്. ഹാഫ് mv². ഇത് ചിലപ്പോൾ ചോദിക്കും, അതായത് ഇങ്ങനെ mgh എന്ന ഫോർമുല ഇത് ഈ തന്നിരിക്കുന്ന സമവാക്യം ഏത് ഊർജ്ജ രൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചോദിക്കും. അപ്പൊ mgh സ്ഥിതികോർജവും ഓക്കെ, ഇനി ഗതികോർജം എന്ന് പറയുമ്പോൾ ഹാഫ് mv². ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, പ്രസ്താവനകൾ വിലയിരുത്തുക. പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം, പാലായന പ്രവേഗം ഏറ്റവും കുറവുള്ള ഗ്രഹം ബുധൻ. ഒന്ന് വിലയിരുത്തിയ പ്രസ്താവനകൾ. പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ളത് ഏത് തന്നെയാണ്? വ്യാഴം തന്നെയാണ്. ഏറ്റവും കുറവുള്ളത് ഏത് തന്നെയാണ്? ബുധൻ തന്നെയാണ് അല്ലേ? ഏറ്റവും കുറവുള്ളത് ബുധൻ തന്നെയാണ്. ഏറ്റവും കൂടുതലുള്ളത് വ്യാഴവും ഏറ്റവും കുറവുള്ളത് ബുധൻ തന്നെയാണ്. ഓക്കെ, അതായത് 1ഉം 2ഉം ശരിയാണ്. ശബ്ദത്തിന് വേഗം ഏറ്റവും കൂടുതലുള്ളത് ഏതിലൂടെയാണ്? വേഗം ഏറ്റവും കൂടുതലുള്ള ഏതിലൂടെയാണ്? വേഗം ഏറ്റവും കൂടുതലുള്ളത് ഈ സ്റ്റീലിലൂടെയാണല്ലേ? സ്റ്റീലിലാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. എന്താ അടുത്ത്? രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്ട് വീൽ ബാരോയാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. തട്ടുകട, പെട്ടിക്കടലിൽ വീൽ ചെയറിലിരിക്കുന്ന അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിഠായി പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു. അതിന് കാരണമായ ലോഹ സവിശേഷത ഇവയിൽ ഏതാണ്? മിഠായി പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നതിന് കാരണമായ ലോഹ സവിശേഷത എന്താ പിള്ളേരെ? അത് പിള്ളേരെ മാലിയബിലിറ്റി. അവിടെ മൈക്കോണാണ്. പ്രിയങ്ക മൈക്കോണാണേ. ഓക്കെ, അടുത്ത് ഈ മാലിയബിലിറ്റി എന്താണ്ടാ? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്താൻ പറ്റുന്നതിനാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അടിച്ചു പരത്താൻ, ലോഹങ്ങളെ അടിച്ചു പരത്താൻ കഴിയും. അടിച്ചു പരത്താൻ കഴിയുന്നതിന് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത് വലിച്ചു നീട്ടാൻ കഴിയുന്നതിന് എന്ത് പറയുന്നത്? വലിച്ചു നീട്ടാൻ കഴിയുന്നത് ഡക്റ്റിലിറ്റി ആണ്. വലിച്ചു നീട്ടാൻ കഴിയുന്ന ഡക്റ്റിലിറ്റി. അടിച്ചു പരത്താൻ കഴിയുന്നത് മാലിയബിലിറ്റിയും. ഓക്കെ, മാലിയബിലിറ്റിയാണ്. ഇനി അടുത്ത് വലിച്ചു നീട്ടാൻ കഴിയുന്ന ഡക്റ്റിലിറ്റിയുമാണ്. വലിച്ചു നീട്ടാൻ കഴിയുന്ന ഡക്റ്റിലിറ്റിയാണ്. അതിങ്ങനെ ഓർത്താടാ, ഒരു ഭർത്താവിന്റെ അടുത്ത്, ഒരു കലിപ്പനായ ഭർത്താവിന്റെ അടുത്ത് ഭാര്യ ഒരു മാല വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. ഭർത്താവ് എന്ത് ചെയ്തു? അടിച്ചു പരത്തിയെന്ന് ഓർത്താൽ മതി അല്ലേ? അല്ലെങ്കിൽ ഭർത്താവ് ചെന്ന് ഭാര്യയോട് മാല പണയം വെക്കാൻ തരുമെന്ന് ചോദിച്ചു. മാല പണയം വെക്കാൻ തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഭർത്താവിനെ ഭാര്യ അടിച്ചു പരത്തി നടത്തലും മതി. ഒരു അടിച്ചു പരത്തൽ കിട്ടിയാൽ പോലെ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ മാലിയബിലിറ്റി അടിച്ചു പരത്തല്
ഓക്കെ. മാലിയബിലിറ്റി അടിച്ചു വരത്തലും ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടാക്കും. ഓക്കെ. അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? അലസവാതകങ്ങളിൽ ബോറോൺ ഉൾപ്പെടുന്നില്ല. അലസവാതകങ്ങൾ. ഓക്കെ. അടുത്ത തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം? ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ഒരു സംയുക്തത്തിലെ മൂലക ആറ്റങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഹൈഡ്രജൻ ഏകാറ്റോമിക തന്മാത്രയാണ്. പെട്ടെന്ന് ചെയ്തേ. ശരി. ഹൈഡ്രജൻ ഏകാറ്റോമിക തന്മാത്ര ആണേ. നോക്കണേ, ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ H2 എന്നല്ലേ നമ്മൾ പറയുന്നേ? H2 രണ്ടാണ് കേട്ടാ, H2. ഓക്കെ. അപ്പൊ അത് മാത്രമാണ് തെറ്റ് കേട്ടാ. ബാക്കിയെല്ലാം ശരിയാണ്. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. ഒരു സംയുക്തത്തിന്റെ മൂലകാറ്റങ്ങൾ വ്യത്യസ്തപ്പെടും. സംയുക്തമാകുമ്പോൾ വേറെ വേറെ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് സംയുക്തം ഉണ്ടാകുന്നത്. ഇപ്പൊ H2O വേറെ വേറെ ആറ്റങ്ങളാണ് അല്ലേ? മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഹൈഡ്രജൻ ഏകാറ്റോമിക തന്മാത്ര തെറ്റാണ്. അടുത്ത, ഇവയിൽ അലുമിനിയത്തിന്റെ ധാതുക്കളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? അലുമിനിയത്തിന്റെ ധാതുക്കളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? വളരെ മാലക്കൈറ്റ് ആണ്. മാലക്കൈറ്റ് എന്താ ഉണ്ടായി? മാലക്കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോപ്പർ അല്ലേ? കോപ്പറിന്റെയാണ് മാലക്കൈറ്റ്. കോപ്പർ. ഓക്കെ, കൊള്ളാം. ലാസ്റ്റ് ചോദ്യം, കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കൂട്ടാൻ ചേർക്കുന്നത് ഏതാണ്? പുളിരുചി കൂട്ടാൻ ചേർക്കുന്നത് ഏതാ പിള്ളേരെ? പുളിരുചി കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് എന്തിനെയാണ് ചേർക്കുന്നത്? ഓപ്ഷൻ എ, ഫോസ്ഫോറിക് ആസിഡ്. കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ 80 ചോദ്യങ്ങളാണ് ചെയ്തത്. ഓക്കെ, അതിൽ അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു. ഓക്കെ.